ആയുർവേദത്തിലെ പ്രധാന ഔഷധങ്ങളായ ത്രികടു വിഭാഗത്തിലെ ചുക്ക് കുരുമുളകിനെക്കുറിച്ച് ഡീറ്റെയിലായ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ മൂന്നാമനായ തിപ്പല്ലിയെയാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തിപ്പല്ലി ഇന്ത്യൻ ലോങ് പെപ്പർ എന്നും പിപ്പലി എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൈപ്പർ ലോങ്ങം എന്നാണ്. കുരുമുളകിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് തിപ്പല്ലി. നമ്മുടെ നാടുകളിൽ തിപ്പല്ലി രണ്ട് രൂപത്തിലുണ്ട്. ഇതാണ് നാടൻ തിപ്പല്ലി. ഇതാണ് വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ വിൽക്കപ്പെടുന്നത്. ഈ തിപ്പല്ലിയാണ്. ഈ തിപ്പല്ലിയുടെ കായ വണ്ണം കൂടുതലും നീളം വളരെ കുറവുമായിരിക്കും. അടുത്തത് കാട്ടുതിപ്പല്ലിയാണ്. കാട്ടുതിപ്പല്ലിക്ക് നീളം വളരെ കൂടുതലും വണ്ണം വളരെ കുറവുമായിരിക്കും. എന്നാൽ രണ്ടിൻ്റെയും ഗുണനിലവാരം ഒരുപോലെയാണ് എന്നാണ് ഗുരുവിൽ നിന്ന് ലഭിച്ച അറിവ്. ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, ഫിലിപ്പൈൻ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ കാടുകളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഔഷധ ആവശ്യങ്ങൾക്കായി ഇതിൻ്റെ കായകളും വേരുകളും ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ പ്രധാനമായും ത്രികടു വിഭാഗത്തിൽ തന്നെയാണ് തിപ്പല്ലിയുടെ ഔഷധ ഉപയോഗം. ദഹനപ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും ശ്വാസകോശ രോഗങ്ങളെ ശമിപ്പിക്കാനും തിപ്പല്ലി വളരെ ഫലപ്രദമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കരളിൻ്റെ ആരോഗ്യം നന്നാക്കുന്നതിനും തിപ്പല്ലി സഹായിക്കുന്നു. പേശീവേദന, നീർക്കെട്ട് തുടങ്ങിയവ കുറക്കാൻ വേദനാസംഹാരിയായി തിപ്പല്ലി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പഴകിയ പനി മാറ്റാനും തിപ്പല്ലി ഉപയോഗിക്കുന്നു. സ്ത്രീകളിൽ പ്രസവശേഷം ഉണ്ടാകുന്ന ക്ഷീണം, വേദന, ചുമ, നീര് എന്നിവയെ മാറ്റാൻ ആയുർവേദത്തിൽ തിപ്പല്ലി ഉപയോഗിക്കാറുണ്ട്. തിപ്പല്ലി പൊടിയായും കഷായമായും മറ്റ് ഔഷധക്കൂട്ടുകളിൽ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ചുമ, കഫക്കെട്ട്, പനി എന്നിവയ്ക്ക് തിപ്പല്ലിയുടെ പൊടി തേനിൽ ചാലിച്ച് കഴിക്കുന്നത് സാധാരണയാണ്. തിപ്പല്ലി കടുവിഭാഗത്തിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവരും തിപ്പല്ലി ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വിദഗ്ധ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ചെടികൾ ഏതുമാകട്ടെ, ഔഷധ സസ്യങ്ങൾ, അലങ്കാര ചെടികൾ, ഫലവൃക്ഷ തൈകൾ ഏതും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. അതിന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു.